മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ കിരണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പം നമ്മൾ നേരായ വഴി പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് സത്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വളഞ്ഞ വഴിയൊക്കെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് കിരണിൻ്റെ അടുത്ത്. ഇതിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ കിരണാണെങ്കിലും കല്യാണിയാണെങ്കിലും ജ്വല്ലറിയിൽ കയറിയൊക്കെ അവർ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഡിസൈനറൊക്കെ ആയിട്ടാണെങ്കിൽ അവിടെ ആണെങ്കിൽ അവർ ഒരു സ്ഥാനമൊക്കെ അവർ ഉറപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കല്യാണം ആണെങ്കിലൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദർശനെ ഇങ്ങനെ തകർത്തതും അതുപോലെ തന്നെ നമ്മൾ മൂർത്തീസ് ജ്വല്ലറിയിലും ഇങ്ങനെ ഓരോ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആരാണെന്ന് അറിയാനുള്ള ഓരോ തന്ത്രപ്പാടുകൾ അവരും അത് കണ്ടുപിടിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കിരണാണെങ്കിൽ വന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീയും കൂടെ അങ്ങോട്ടൊന്ന് വരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവും, അവരാണെങ്കിൽ എന്നെ കണ്ടുപിടിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണല്ലോ നമ്മളെ കിരൺ പറയുന്നുണ്ട്, എന്തായാലും നീ ഈ ഒരു വേഷത്തിൽ വന്ന് അവരെന്തായാലും ഉറപ്പായിട്ടും നിന്നെ കണ്ടുപിടിക്കും, അതിനു വേണ്ടി നമുക്ക് നിൻ്റെ ഒരു വേഷം ഒന്ന് മാറിയിട്ട് ഒരു സിക്കിൻ്റെ വേഷത്തിലൊക്കെ നമുക്ക് കെട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ നമ്മൾ ആദർശനാണെങ്കിൽ സിംഗിൻ്റെ വേഷമൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ആദർശാണെങ്കിലും നയനയാണെങ്കിലും വീണ്ടും നമ്മൾ കിരണിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കിരണിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദർശം പറയുന്നുണ്ട്, എന്തായാലും നിന്നെയും പിന്നെ കല്യാണിയും അവർക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ആളാണ് നിങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ജോലിയും കൂടെ അവിടെ ഇല്ലാതാവത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കിരൺ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം, പിന്നെ എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും അവരുടെ അടുത്ത് പോയി നീ ഒരു വലിയൊരു കാശുകാരനാണെന്നുള്ള കാര്യമൊക്കെ വേണം അവരുടെ അടുത്ത് പറയാൻ, അവരെ സ്വർണ്ണവും കാര്യങ്ങളും എത്ര വേണമെങ്കിലും ഓർഡറും കാര്യങ്ങളും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വേണം നീ അവിടെ ചെല്ലാനെന്നൊക്കെ ഉള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദർശനാണെങ്കിലും കിരൺ കൊടുക്കുന്നുണ്ട്. തന്നെ നീ ആണെങ്കിൽ അവരുടെ സ്വർണ്ണത്തിനൊക്കെ കുറിച്ച് ഒരുപാട് അങ്ങ് പൊഴുത്തിയൊക്കെ സംസാരിക്കണം, പത്രമാറ്റി തങ്കമാണ്, അതാണ് നിങ്ങളുടെ ഡിസൈനൊക്കെ നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എത്ര വേണമെങ്കിലും ഓർഡറൊക്കെ ഇവിടെ നിന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നീ അങ്ങോട്ട് ചെല്ലാനെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ കിരൺ. എന്നിട്ടാണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഓക്കേടാ, ഈ വേഷം മാറി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അവരെന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ശത്രുക്കളെ കണ്ടുപിടിക്കാനും പറ്റാത്തൊരവസ്ഥയായി പോകുമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ കിരൺ പറയുന്നുണ്ട്, അതെന്തായാലും നീ പേടിക്കേണ്ട കാര്യമില്ല, നമുക്കാണെങ്കിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിൽ നമുക്ക് പിടികൊടുക്കാതെ നമുക്ക് നിൽക്കാമെന്നൊക്കെ ഉള്ള ഒരു ധൈര്യമൊക്കെ നമ്മൾ ആദർശനാണെങ്കിൽ കിരൺ കൊടുക്കുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, എന്തായാലും നീ ആണെങ്കിൽ ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം, ഒരു ഹിന്ദിയും മലയാളം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ അത്യാവശ്യം ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ കിരൺ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ നേരെയാണെങ്കിൽ ജ്വല്ലറി പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ അവിടെ ആണെങ്കിൽ നമ്മൾ ഡേവിഡിനെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ആദർശ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ജ്വല്ലറി ഒന്ന് പുകഴ്ത്തിയൊക്കെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കണമെന്നൊക്കെ ഒരു വലിയ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ഡീലും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് എനിക്ക് കാണണമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല, എനിക്കും ഇതിൻ്റെ മുകളിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന സാറുണ്ട്, ആ സാറിനെയൊക്കെ പരിചയപ്പെടുത്താമെന്നൊക്കെ പറയുന്നു. പരിചയപ്പെട്ടതിനൊക്കെ ശേഷം നമുക്ക് ആ സാറുമായിട്ട് എല്ലാം സംസാരിച്ച് ഡീലൊക്കെ നമുക്ക് ഉറപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡേവിഡ് ആണെങ്കിൽ നമ്മൾ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് മൂർത്തീസ് ജ്വല്ലറിയെ കുറിച്ചൊക്കെ എല്ലാം അറിയാമല്ലോ, അവർ മുൻപന്തിയിൽ നിന്ന ആൾക്കാരാണ്, പക്ഷേ ഇപ്പോൾ അവരാണെങ്കിലും മൊത്തത്തിൽ ബിസിനസ്സിൽ അവർക്ക് താഴ്ചയാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ പണിക്കൂലിയും അതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ നല്ല സ്വർണ്ണവും കാര്യങ്ങളൊന്നുമല്ല അവർ കൊടുത്തിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ജ്വല്ലറിലാണെങ്കിൽ നല്ല സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയുന്നുണ്ട്, അതേടെ എന്തായാലും നിൻ്റെ ഉള്ള കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട്. അതാണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, നമ്മൾ മൂർത്തീസ് ജ്വല്ലറിയിലാണെങ്കിൽ സ്വർണ്ണമൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നല്ല സ്വർണ്ണം ഏതാണെന്നൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ഉള്ളൊരു ഇത് ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയിൽ മേളിൽ നിങ്ങളെ വളരാൻ ഒരിക്കലും ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ ആദർശാണെങ്കിൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഒരു ആദർശ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കാവുന്ന സമയത്താണെങ്കിൽ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സാർ, എന്താ പറ്റിയെന്ന് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഒന്നുമില്ല, അല്ല ഞാൻ ആ മൂർത്തീസ് ജ്വല്ലറിയെ കുറിച്ചൊന്ന് ആലോചിച്ചത്, എത്ര പിന്നെ മുമ്പന്തിയിൽ നിന്ന ഒരു ജ്വല്ലറി ആയിരുന്നു, ഇപ്പോൾ അവർക്ക് ഇത്രയും താഴ്ചയും കാര്യങ്ങളൊക്കെ വന്നില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ആലോചിച്ച് നിന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ശരി എന്നാൽ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നിങ്ങളെ ഈ ജ്വല്ലറി ഇപ്പോൾ ഭരിക്കുന്നതൊക്കെ ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, അതാണെങ്കിൽ അത്രയ്ക്കും ഫേമസ് ആയിട്ടൊന്നും പുകഴ്ത്തി പറയുന്നതൊന്നും ഇവിടുത്തെ സാറിനൊന്നും അത്രയ്ക്ക് ഇഷ്ടവും കാര്യങ്ങളും അല്ല, എന്നാലും ഇത്രയും വലിയൊരു ഓർഡറൊക്കെ തരുന്ന സമയത്താണെങ്കിൽ സാറിനെ എന്തായാലും കണ്ടല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു ഹോട്ടലിൽ വെച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് ഒക്കെ നമുക്ക് ഏർപ്പെടുത്താമെന്നൊക്കെ ഇങ്ങനെ
നമ്മളെ ഡേവിഡ് ആണെങ്കിൽ പറയുന്നുണ്ട്. ഇതാണെങ്കിലും നമ്മൾ ആദർശമാണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും മീറ്റിങ്ങൊക്കെ ഏർപ്പെടുത്തിട്ട് എന്തായാലും ഞാനാണെങ്കിൽ തേടിയ വള്ളി കാലിൽ തന്നെ ചുറ്റുന്നുണ്ടല്ലോ. എന്തായാലും എൻ്റെ ശത്രുവിനെ ഞാൻ എന്തായാലും നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ ഉള്ള ഒരു സമാധാനവും നമ്മളെ ആദർശനുണ്ട് കേട്ടോ. എന്തായാലും മൂർത്തീസ് ജ്വല്ലറി ഇനി താഴ്ചയിലോട്ട് കൊണ്ടുപോകത്തില്ല. ഞാൻ എന്തായാലും എൻ്റെ ശത്രുവിനെ കണ്ടിട്ട് ഞാൻ അതിനെ തിരിച്ച് നേരിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആദർശാണെങ്കിൽ ആദർശൻ്റെ ശത്രുവിനെ കാണാൻ വേണ്ടിയൊക്കെ ഉള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് നമ്മൾ ആദർശം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.